+1 അലോട്ട്മെന്റ് ഓൺലൈൻ ആയിട്ട് നമ്മൾ HSCAP സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അപേക്ഷിച്ച ആളുകളാണെങ്കിൽ നിർബന്ധമായും ഈ വീഡിയോ നിങ്ങൾ കാണാം. ചെറിയ വീഡിയോ ആണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ പലപ്പോഴും ഇനി നമുക്ക് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൽ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ അല്ലെ. നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ആയിരിക്കും, നമ്മൾ ചെറിയ മൈനർ മിസ്റ്റേക്ക് ആണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളായി ചിലപ്പോൾ നമ്മൾ അലോട്ട്മെന്റിനെ വരെ ബാധിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങൾ അലോട്ട്മെന്റ് കൃത്യമായി അത് അപ്ലൈ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൃത്യമായി അത് എത്തേണ്ട സൈറ്റിലേക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതോറിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോന് താഴെ നിങ്ങൾ ഇത് അലോട്ട്മെന്റ് കൊടുത്ത ആളുകളാണെങ്കിൽ നിർബന്ധമായും താഴെ കമന്റ് ചെയ്യണം, ഞാൻ സാർ അലോട്ട്മെന്റ് കൊടുത്ത ആളുകളാണ്. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നിർബന്ധമായും വേഗം ഇപ്പോൾ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ പോവാം, നിങ്ങളുടെ ഓൺലൈൻ HSCAP സൈറ്റ് എടുക്കുക, ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ യൂസർ നെയിമും നിങ്ങളുടെ പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ആ വിൻഡോയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന വിൻഡോ അല്ലെങ്കിൽ അത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ഫസ്റ്റ് വിൻഡോയിൽ നിങ്ങൾ കാണുന്ന കാര്യം, ഇങ്ങനത്തെ ഒരു വിൻഡോ തുറന്നു വരും അല്ലെ. ആ വിൻഡോയിൽ ദ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ, നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ പച്ച കളറിൽ ഗ്രീൻ കളറിൽ ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ അലോട്ട്മെന്റ് എന്ന് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതായത് ഈ രീതിയിലായിരിക്കും കാണിക്കുന്നത്, ഞാൻ അത് ക്രോപ്പ് ചെയ്താണ്. എന്താണ് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ് ആൻഡ് ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡർഡ് ഫോർ അലോട്ട്മെന്റ്. നിങ്ങൾ ആപ്ലിക്കേഷന്റെ പരിപാടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈനൽ ആയിട്ടുണ്ട്, നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടുണ്ട്, നിങ്ങൾ നൽകിയ ഈ അലോട്ട്മെന്റ് നമ്മൾ അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് പരിഗണിക്കുന്നതാണ് എന്ന രീതിയിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം ആളുകളുടെ അലോട്ട്മെന്റ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫർദർ പ്രോസസ് അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യുള്ളൂ. ചില ആളുകൾ ഇവിടെ റെഡ് കളറിലായിരിക്കും കാണിക്കുക, റെഡ് കളറിൽ എന്തായാലും കാണിക്കുക നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടില്ല. ചില ആളുകൾ സ്കൂൾ അടി ചിലപ്പോൾ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ ബാക്കിയുണ്ടല്ലോ എങ്കിൽ അന്നത് ഫില്ല് ചെയ്യാമെന്ന് വിചാരിക്കും ചില ആളുകൾ. ഓക്കെ, അപ്പൊ ഫൈനൽ സബ്മിറ്റ് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ടിക്ക് കൊടുക്കാനുണ്ട്, നിങ്ങളുടെ പേര് വെച്ചിട്ട് ഞാൻ മുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാണ്, അതിലൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞിട്ട് ടിക്ക് കൊടുക്കാണ്. ടിക്ക് കൊടുത്ത് ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ട് ആ സബ്മിഷൻ നടത്തിയ ഒരു അലോട്ട്മെന്റ് PDF പ്രിന്റ് നിങ്ങൾക്ക് കിട്ടും, PDF പ്രിന്റ്. ആ PDF പ്രിന്റ് കൂടി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ഫൈനൽ സബ്മിഷൻ നടത്തിയത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അത് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യുക, എന്നിട്ട് ഈ രീതിയിൽ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം ഈ ഗ്രീൻ കളറിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ് എന്ന മെസ്സേജ് വന്നാൽ മാത്രമേ ഈ വിദ്യാർത്ഥികളുടെ മാത്രം എന്ത് ചെയ്യുള്ളൂ, +1 അഡ്മിഷന് വേണ്ടി പരിഗണിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെട്ടെന്ന് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കാര്യം നിങ്ങൾ ഇതാണ് കാണിക്കുന്നെങ്കിൽ നിർബന്ധമായി താഴെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുടെ താഴെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താഴെ ചോദ്യം നമുക്കത് ക്ലിയർ ചെയ്യാം. സോ അടുത്ത അപ്ഡേറ്റുമായി കാണാതെ, ബൈ.